ഈ വിജയണ്ണൻ്റെ ഈ ഒരു വീഡിയോസൊക്കെയാണ് വൈറൽ. വീഡിയോസ് അല്ല, അദ്ദേഹം ഡയറക്റ്റ് ഇറങ്ങി എയർപോർട്ടിൻ്റെ വരാതിരിക്കുക അവിടുത്തെ വിഷയങ്ങളൊക്കെ സംസാരിക്കാനും, അത് നമ്മളെ നേരത്തെ കത്തി മൂവിയുടെ ഇത് വെച്ചിട്ട് ആൾക്കാർ ഈ റീൽസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് അദ്ദേഹം വന്ന് സംസാരിച്ചു, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് അദ്ദേഹം ഇപ്പം പുറത്തേക്ക് കാണിക്കുന്നത് 2026 മിനിസ്റ്റർ ആവാനുള്ളൊരു ട്രൈയിങ് ആണ്. ഓക്കെ, ട്രൈ ചെയ്യട്ടെ, വരുന്നെങ്കിൽ വരട്ടെ. അപ്പം എനിക്കിപ്പോൾ ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്, നമ്മുടെ ഉണ്ണിക്കണ്ണനും കൂടെ എങ്ങനെയും എത്രയും പെട്ടെന്ന് വിജയണ്ണൻ കാണാൻ ശ്രമിക്കുക. ബിക്കോസ് ഉണ്ണിക്കണ്ണൻ അത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാല് വരെ പൊട്ടി കളിഞ്ഞിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു സേലം ഇവിടെയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എനിവേ തമിഴ്നാട്ടുകാർ എന്തായാലും ഏറ്റെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിന്. ഒത്തിരി ആൾക്കാർ പാവം പിടിച്ചവനെ നെഗറ്റീവ് പറയുന്നുണ്ട്. ബിക്കോസ് ഈ അലൻ ജേസ് പൊരാരെയും മറ്റേ ആറാട്ടണ്ണൻ്റെ അത്ര വെറുപ്പിക്കലില്ല. പാവം പിടിച്ചവൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നു, വിജയണ്ണനെ കാണും. പിന്നെ വേറൊരു കാര്യം, ഇപ്പം കളിയാക്കുന്നവരൊക്കെ തന്നെ ആയിരിക്കും മണ്ടന്മാരാകാൻ പോകുന്നത്. കാരണം അദ്ദേഹം വിജയനെ കണ്ടു കഴിഞ്ഞാൽ ആ ഒരു നിമിഷം എല്ലാവരും ഇപ്പം നെഗറ്റീവ് അടിക്കുന്നവരെല്ലാം ഓപ്പോസിറ്റായിട്ട് പറയേണ്ടി വരും, സപ്പോർട്ട് ചെയ്ത് പറയേണ്ടി വരും. സെക്കൻഡ് തിങ്, ഇദ്ദേഹം പോകുന്ന രീതിയിലല്ല ഇദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റഗ്രാം അത്രയും റീച്ച് ആയിക്കൊണ്ടിരിക്കുന്നത്, വൈറലായിക്കൊണ്ടിരിക്കുന്നത്, ബ്ലോഗർ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. സോ വരുമാനം ഓട്ടോമാറ്റിക്കായിട്ട് വരും. അപ്പോൾ ഇപ്പോൾ പണിയെടുക്കണം, ഒരു പണിക്ക് പോകുമെന്ന് പറയുന്ന ആൾ ഇപ്പോൾ അത്യാവശ്യം വരുമാനമായി തുടങ്ങിയിട്ടുണ്ട്. കുറേ ബേക്കറിയൊക്കെ ഇപ്പോൾ തന്നെ അദ്ദേഹം ചെയ്യുന്നുണ്ട് പരസ്യം. എനിവേ വിജയ് അദ്ദേഹത്തിനെ കാണാൻ എത്രയും പെട്ടെന്ന് കാണട്ടെ. എനിവേ ഷെയർ ദിസ് വീഡിയോ.